ചെല്ലാനുള്ള തിടുക്കമായോ? ശോഭയോ? സൂക്കേട് പൂർണ്ണമായി ഭേദമായതിനു ശേഷം പോരായിരുന്നു. എന്റെ സൂക്കേടൊക്കെ ഭേദമായല്ലോ. അതെ അതെ, അത് മറ്റുള്ളവർ കൂടി തോന്നണ്ടേ. ഏതായാലും പാട്ടിന്റെ റിയേഷൻ ചെല്ലാമെന്ന് ഏറ്റുപോയി. പോകാൻ നിവൃത്തിയില്ല. ശോഭ ഇരിക്കൂ. വേണ്ട, ഞാനിവിടെ നിന്നുകൊള്ളാം. ചന്ദ്രികയിലലിയുന്നു ചന്ദ്രകാന്തം, ചന്ദ്രികയിലലിയുന്നു ചന്ദ്രകാന്തം, നിൻ ചിരിയിലലിയുന്നെൻ ജീവരാഗം. എന്താ നിർത്തിക്കളഞ്ഞത്? ശോഭ നന്നായിട്ട് പാടുന്നുണ്ടല്ലോ, പാടൂ. അയ്യോ, എനിക്ക് പാടാനൊന്നും അറിയില്ല. ഇത്ര നാണിക്കാൻ എന്തിരിക്കുന്നു? ഇവിടെ ആരുമില്ലല്ലോ, പാടൂ. നല്ല ശബ്ദം. അയ്യോ, ഞാൻ സാറേ പാടൂ പ്ലീസ്. ഇല്ല, എനിക്ക് പാടാനറിയില്ല. ഏയ് കം ഓൺ പ്ലീസ്. പാടൂ പ്ലീസ്. ചന്ദ്രികയിലലിയുന്നു ചന്ദ്രകാന്തം, നിൻ ചിരിയിലലിയുന്നെൻ ജീവരാഗം. നീലവാനിലലിയുന്നു ദാഹമേഘം, നിൻമിഴിയിലലിയുന്നെൻ ജീവമേഘം. താരകയോ നീലത്താമരയോ നിൻ താരണി കണ്ണിൽ കതിർ ചൊരിഞ്ഞു. താരകയോ നീലത്താമരയോ നിൻ താരണി കണ്ണിൽ കതിർ ചൊരിഞ്ഞു. ജന്മമോഹമോ പോയ ജന്മപുണ്യമോ നിൻ മാനസത്തിൽ പ്രേമമധു പകർന്നു. ചന്ദ്രികയിലലിയുന്നു ചന്ദ്രകാന്തം, നിൻ ചിരിയിലലിയുന്നെൻ ജീവരാഗം. മാധവമോ നവഹേമന്തമോ നിൻ മണിക്കവിൾ മലരായി വിടർത്തിയെങ്കിൽ മാധവമോ നവഹേമന്തമോ നിൻ മണിക്കവിൾ മലരായി വിടർത്തിയെങ്കിൽ തങ്കച്ചിപ്പിയിൽ നിന്റെ തേനലർ ചുണ്ടിൽ ഒരു സംഗീത ബിന്ദുവായി ഞാൻ ഉണർന്നുവെങ്കിൽ. ചന്ദ്രികയിലലിയുന്നു ചന്ദ്രകാന്തം, നിൻ ചിരിയിലലിയുന്നെൻ ജീവരാഗം. നീലവാനിലലിയുന്നു ദാഹമേഘം, നിൻമിഴിയിലലിയുന്നെൻ ജീവമേഘം. സമയം വളരെയായി, ഞാൻ പോകുന്നു. അനൂപ് സാറ്, രക്ഷന വളരെ നല്ല പെർഫോമൻസ് ആയിരുന്നു. ശരിക്കും
ശരിക്കും ഒരു അഭിപ്രായത്തിന് പ്രസക്തിയില്ല. കാരണം ഓഡിയൻസ് കൈയടിച്ച് നിങ്ങളെ അത്രയധികം പ്രോത്സാഹിപ്പിച്ചു. തീർച്ചയായും നമ്മുടെ പ്രേക്ഷകർക്കും അതേ ഫീലിംഗ് ആയിരിക്കും. അവരും വീട്ടിലിരുന്ന് കൈയടിച്ച് തന്നെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ടാകാം. ഇനിയും ഇതിൻ്റെ ടെക്നിക്കൽ സൈഡ് എന്തൊക്കെയാണെന്ന് നമുക്ക് ജഡ്ജസിനോട് തന്നെ നേരിട്ട് ചോദിക്കാം. അവരെങ്ങനെ ഇതിനെ നോക്കി കണ്ടു എന്നുള്ളത്. വേണു സർ. അനുപേ, അക്ഷര വളരെ സ്മൂത്തായിട്ടുള്ള മൂവ്മെൻ്റ് ആയിരുന്നു. കുറച്ച് നമ്പൂരി ശൃംഗാരം ഉണ്ടായിരുന്നു എന്നൊരു സംശയമുണ്ട്. അത് കുറയ്ക്കണം. കാരണം നമുക്കറിയാം നമ്പൂരിമാർക്കൊക്കെ തന്നെ ഞാൻ അവർ കുറ്റപ്പെടുത്തി പറയല്ലോ, പൊതുവേ നമ്മൾ എനാക്ട് ചെയ്യുന്ന ക്യാരക്ടേഴ്സൊക്കെ തന്നെ ഒരു ശൃംഗാരത്തിന് ലക്ഷ്യം കാരണം സംഗീതപ്രിയരായിരിക്കും, അങ്ങനെ കലാരസികരായിരിക്കും, മനസ്സിലായി. അപ്പോൾ ആ ഒരു രസം കുറച്ച് കൂടി ഇതിനകത്ത് നസ്സാർ ചെയ്ത ക്യാരക്ടറായിട്ട് നമുക്ക് ശകലം കൂടിയിട്ടുണ്ട്. മൂവ്മെൻറ്റൊക്കെ വളരെയാണ്. മോളുടെ മൂവ്മെൻറ്റൊക്കെ നന്നായിരുന്നു. അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള നടത്തയിൽ കുറച്ച് ടൈമിങ് പോയി. ഇങ്ങോട്ടുള്ള നടത്തയിൽ അത് പ്രത്യേകിച്ച് നല്ല പാട്ടിൽ നമുക്കൊരു താളം ശകലം ഇപ്പം നടന്നാൽ പോലും ഒരു താളം ഒന്ന് നടക്കുമ്പോൾ താളം മാറിയല്ലേ നമ്മളെ ഡിസ്ട്രാക്ട് ചെയ്തത്, മനസ്സിലായി. അപ്പോൾ അത്തരം കാര്യങ്ങൾ വളരെ മൈന്യൂട്ടായിട്ടുള്ള കാര്യമാണ് പറയുന്നത്. കീറിമുറിച്ച് അങ്ങനെയൊന്നും പറയല്ല. കൊച്ചു കൊച്ചു കണ്ട കാര്യങ്ങൾ. അത് അനൂപിൻ്റെ കാര്യത്തിൽ ഒറ്റ കാര്യമുള്ളൂ, അത് മാത്രമേ ഉള്ളൂ. ബാക്കി മൂവ്മെൻറ്റൊക്കെ നസാറിൻ്റെ ശരിക്കും അവിടെ നിന്ന് കയറി വരുമ്പോൾ നസാറിൻ്റെ ഒരു രൂപം എനിക്ക് ഫീൽ ചെയ്തു അവിടെ നിന്ന് കയറി വരുമ്പോൾ ആദ്യം. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ മനസ്സിൽ അത് ഉൾക്കൊണ്ടുകൊണ്ടാണ്. ഇനി ഇമ്പ്രൂവ് ചെയ്യാൻ നിങ്ങൾക്ക് ധാരാളം സമയമുണ്ട്, അതിനുള്ള സ്കോപ്പുണ്ട്, മനസ്സിലായി. അത് യൂസ് ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്. അനൂപ്, അക്ഷര, ഓവറോൾ ഇറ്റ് വാസ് ഗുഡ്. നന്നായിരുന്നു. നല്ല ടൈമിംഗ് ഒക്കെ ആയിരുന്നു. ഫസ്റ്റ് ഡയലോഗ് പോർഷനിൽ കുറച്ചും കൂടി മറ്റേ ആളുണ്ട്. ആര്? മിമിക്രി ഇപ്പോൾ വന്നത് ഇപ്പോൾ എന്നോട് ഇങ്ങോട്ട് പറഞ്ഞപ്പോൾ തന്നെ ആ സാധനം വന്നു. നമ്മളത് മാറ്റിവെച്ച സാധനമായിരുന്നു, പക്ഷേ അയാൾ വീണ്ടും കയറി വന്നു പോയി. ഞാൻ ഡയലോഗ് സീനിൽ മാത്രമേ അങ്ങനെ എഴുതിയിട്ടുള്ളൂ. സോങ്ങിൽ യു ആർ ഗുഡ്. അതിനുമ്പോൾ എനിക്ക് ആ വിഗ് അങ്ങനെ അങ്ങോട്ട് ഇഷ്ടമായില്ല. അത് നിങ്ങളുടെ കുഴപ്പമല്ല എന്നുള്ളത് എനിക്കറിയാം, ബട്ട് അത് മധുര വിഗാണ്. അത് ദാറ്റ്സ് നോട്ട് യുവർ മിസ്റ്റേക്ക്, ബട്ട് കാണുന്നത് ഞാൻ പറയണമല്ലോ. അല്ല, ഒരു സമ്പാദ്യമായിട്ടാണ് അനൂപ് പോകുന്നത്. ഇനിയിപ്പോൾ എഞ്ചിനീയറിംഗ് കോളേജല്ലേ, നമുക്ക് അടുത്ത പോലെ നസീർ സാറിൻ്റെ ക്ലാസ്സാന്ന് പറഞ്ഞു. അതെ, നസീർ സാർ എന്നുള്ള പേര് വീഴും. പിന്നെ അക്ഷരയുടെ കാര്യത്തിൽ മച്ച് ബെറ്റർ ദാൻ ഗ്രൂമിങ്, മച്ച് ബെറ്റർ ദാൻ ഗ്രൂമിങ്. താങ്ക് യു ഫോർ ദാറ്റ്. താങ്ക് യു സർ. ഓക്കെ, എന്തായാലും ഓവറോൾ നന്നായിരുന്നു. നമ്മൾ പറഞ്ഞ പോയിന്റ്സ് എല്ലാം പോസിറ്റീവായിട്ട് തന്നെ എടുക്കണം. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. കീപ് ഇറ്റ് അപ്പ്. താങ്ക് യു സർ. അക്ഷരയുടെ വാക്കിംഗ് സ്റ്റൈലും ബോഡി ലാംഗ്വേജും ഒക്കെ നന്നായിരുന്നു. അതുപോലെ തന്നെ ഒരു ഒഴുക്കുണ്ടായിരുന്നു, മാച്ച് ചെയ്തു. പിന്നെ ചില സ്ഥലങ്ങളിൽ ആ പ്ലസൻനെസ് കുറച്ചുകൂടെ അക്ഷര കൊടുക്കായിരുന്നു എന്ന് എനിക്ക് തോന്നി. പ്ലസൻനെസ് വന്നിട്ട് പിന്നെ ആ ഒരു ചേഞ്ച് ഓവർ വരുമ്പോൾ ഇതിനുള്ള ഒരു സമയം കുറച്ചുകൂടെ കൊടുക്കായിരുന്നു എന്ന് എനിക്ക് തോന്നി ആ ഫേഷ്യൽ എക്സ്പ്രഷൻസിൽ വന്നപ്പോൾ. പിന്നെ അനൂപ് സാറിൻ്റെ ആ കണ്ണടച്ചുള്ള ഇതില്ലേ, അത് കുറച്ച് കൂടിപ്പോയി. അത് ലാസ്റ്റിൽ ഉള്ള ഫിനിഷിങ് ഇതിലും ഒക്കെ അത് വല്ലാണ്ട് ഫീൽ ചെയ്തു. അത് ഓവറോൾ ഇറ്റ് വാസ് വെരി ഗുഡ്. കീപ് ഇറ്റ് അപ്പ്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.